എന്താണ് കാർത്തിയാനിയമ്മയെ ദുഃഖിച്ചിരിക്കുന്നത്? എങ്ങനെ ദുഃഖിക്കാതിരിക്കുവാണ്? അത് ചേട്ടൻ മരിച്ച ചേട്ടൻ്റെ നെഞ്ചത്തെ തെങ്ങ് വീണ് അങ്ങേര് മരിച്ചു പോയി. ഇപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ അടുത്ത പുകില് രണ്ടാമത്തെ മകൻ പുപ്പന്റെ മകൻ. എന്റെ പെണ്ണു എനിക്ക് അവന് ഇന്നലെ വന്നേച്ച് ഇവന് വേറൊരു സ്വഭാവമുണ്ട് പുപ്പന്റെ മകന്. അവൻ മുമ്പ് ഇവിടെ വന്നേച്ചും എൻ്റെ തലയിട്ട് ഗുണ്ട് പൊട്ടിക്കും വിഷുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എടാ പുപ്പ അതെ എൻ്റെ തലയിട്ട് ഗുണ്ട് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ ഒന്നാ പറഞ്ഞ അമ്മ അതവന് അമ്മയുടെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. മിനിഞ്ഞാവുന്ന അവൻ വെച്ച് എൻ്റെ പെടലിക്ക് പിടിച്ച് ഞെക്കി. ഞാൻ പോയി എടാ പുപ്പ അതേ പെടലിക്ക് പിടിച്ച് ഞെക്കണടാന്ന് പറഞ്ഞപ്പോ പറയണ അമ്മയുടെ നാക്ക് കാണാനാണെന്ന്. ഈ മാതിരി തോന്നിയാസൊക്കെ കാണിച്ചു ഞാൻ ആലോചിച്ചെന്താണ് ഇങ്ങനെ ഈ പിള്ളേര് കാണിക്കാൻ ഊഹനദാഹനാണ് നീ എന്താണെന്ന് അറിയാൻ പറ്റും. ഇന്നലെ അവൻ വന്നേച്ചും പറയണ അമ്മ കൊച്ചിനെയും കൊണ്ട് ആലപ്പുഴ SICയിലെ സ്പെഷ്യൽ സ്ക്വാഡുകാർ കൊണ്ടുപോയി. എന്താടാ കാര്യം? അവൻ കഞ്ചാവ് വലിക്കുമെന്ന്. അതാണ് എൻ്റെ പെടലിക്ക് പിടിക്കണത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്ന് ഇപ്പൊ ഇത്തിരി മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഉപ്പൻ വന്നപ്പോ അവള് കുടുംബശ്രീക്ക് പോയി. ഞാൻ പറഞ്ഞ എടാ കുടുംബശ്രീക്ക് പോയിട്ട് ഞാൻ മാറിക്കായിരുന്നു കയറ് പിടിക്കായിരുന്നു. അവള് പോയപ്പോ പറഞ്ഞ് അവളുടെ ഭാര്യ ഗ്രഹണി അല്ല രമണി. അവള് പറഞ്ഞ അമ്മ ചേട്ടൻ വരുമ്പോ ചോറ് വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. ചോറ് വിളമ്പി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂച്ചയുടെ ശല്യമുള്ളത് കൊണ്ട് ഞാൻ ഈ പെരയുടെ അടുക്കളയുടെ കടകും വാരിക്കയുടെ കടവും കടച്ചിട്ട് വാരിക്കായിരുന്നു കയറ് പിടിക്കുകയായിരുന്നു. ഇവൻ പറഞ്ഞേ ഞാൻ പറയും ഈ ഇതേടാ ചോറ് വിളമ്പിരിപ്പുണ്ട് അകത്താട്ട് കയറി. ഇവൻ ചെന്നിട്ട് സുച്ചെ പിടിച്ച് ഞെക്കി എറാത്തടിച്ച്. അയ്യോ അമ്മയെന്നൊരു വിളി കേട്ട് ഞാൻ ഓടിച്ചതും പോയി ചെറുക്കൻ തലയടിച്ച് വീണ്. അന്നത്തെ പോലെ രമേശനെ വിളിച്ചു. രമേശൻ വന്ന് അവന് ഈ വയറിങ്ങിന്റെ പണിക്കൊക്കെ പോണ. അവൻ വന്നിട്ടും പറഞ്ഞ് ചേച്ചി അതിനകത്ത് വേറൊരു കാര്യമില്ല, ഇത് ന്യൂട്രാലും സൈസും കൂടെ ഒരുമിച്ച് വന്നതാണ്. ഞാൻ ചോദിച്ചാൽ എന്നത്? ന്യൂട്രാലും ഫേസും കൂടെ ഒരുമിച്ച് വന്നതാണ്. ഞാൻ പറയാം എടാ അടുക്കളയുടെ കഥകും ഈ പെരയുടെ കഥകും അടച്ചു ഞാൻ മാറിക്കഴിഞ്ഞു കയറ് പിരിക്കുമ്പോ ഇവരെങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത്? ഓട് പൊളിച്ച് വരുക. മനുഷ്യരാണേലും വർത്താനം പറയാൻ ഒരു മര്യാദ വേണ്ടേ? ന്യൂട്രാലും ഫേസ് അത് കാർത്തിയാനിയത്.